ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ കുറച്ച് തിരക്ക് കാരണം മിനി വ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് 27 രാവിലെ അന്നുള്ളതാണ്. അപ്പോൾ അന്ന് കുറച്ച് ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറിയും നൂൽപുട്ടുമാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിക്കുള്ള മസാലയൊക്കെ വറുത്ത സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നൂൽപുട്ടിനായിട്ട് മാവും വാട്ടി വെച്ചു. കുക്കറിൽ ഇതുപോലെ മാവ് വാട്ടി വെക്കുകയാണെങ്കിൽ പത്തിരിക്കായാലും നൂൽപുട്ടിനായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വാട്ടി സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ വാട്ടി ചിക്കൻ കറിക്ക് മസാലയൊക്കെ റെഡിയാക്കി അവിടെ സൈഡിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നൂൽപുട്ടൊക്കെ പിഴിഞ്ഞ് ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 6:15 നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് നന്നാരി സർബത്ത് കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കസകസയൊക്കെ ചേർത്ത് കൊടുത്ത് അത് സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഫ്രൂട്ട്സിൽ കുറച്ച് ഗ്രേപ്സും പൈനാപ്പിളും എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നോമ്പ് വന്ന് 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ വയറൊക്കെ ഫുൾ ഫില്ലാവുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഗ്രേപ്സ് ഒക്കെ കഴുകി വൃത്തിയാക്കി പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പൈനാപ്പിൾ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് അതും വെച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഡേറ്റ്സും കുറച്ച് ചെറീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇക്ക വരുമ്പോൾ എണ്ണക്കടികളിൽ ചിക്കൻ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ 26ാമത്തെ നോമ്പും റാഹത്തായിട്ട് തന്നെ തുറന്നിട്ടുണ്ട്. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി എന്തായാലും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ലോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.